ഹലോ നീ എന്തിനാ കരയുന്ന ഏവലെ? ആര്? ലൊക്കേഷൻ പറഞ്ഞു. ഞാൻ മാർക്ക് ചെയ്തുതരാം. വിട്ടോ നേരെ വിട്ടോ. നമുക്ക് കാടയുള്ളോടെ ഇപ്പോഴും നമുക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. ഉച്ചയ്ക്കും കേറുന്നു, വൈകുന്നേരവും കേറുന്നു, രാത്രിയും കേറുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ആക്ടിവിറ്റി നമ്മുടെ. എന്താടാ ഇത്? വല്ല ബഗ്ഗാണോടാ ഇത്? അതോ ആൾക്കാർ കേറണില്ലേ? നമ്മൾ ആ ടൈമിൽ കുറച്ച് കയറുന്നുണ്ട്. റീസെന്റ് ആയിട്ട് കുറച്ച് കുറവാണ് നമ്മൾ. ഗ്യാങ് മീറ്റിംഗ് ഇന്ന് വെക്കാനുള്ള ആൾക്കാരൊന്നും അവൈലബിൾ അല്ലായിരുന്നു ബ്രോ. നാളെ വെക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ആരും കയറുന്നില്ല. അതാണല്ലേ. അത് ഫിക്സ് ചെയ്യാം. എല്ലാവന്മാരുടെയും മടിയെ മാറ്റിത്തരാം. ഇപ്പൊ കുറവാ. അന്ന് കൊച്ചി ചെയ്തായിരുന്നു. എന്താടാ അന്ന് വന്ന കൊച്ചി? ഏത് റോസ് ഡേക്ക് അണ്ണന് ഒന്ന് റോസ് വന്നേ. ഞാൻ എത്തി നോക്കിയപ്പോ കണ്ടായിരുന്നു അവിടെ നിന്ന്. റോസ് ഡേക്ക് ആരാ എനിക്ക് റോസ് വന്നേ? ഒരു കൊച്ചു റോസ് വന്നായിരുന്നു അണ്ണന്. അതാരാ? ബീച്ചിലോട്ട് നമ്മൾ ഏതോ വാറിനെന്തോ പോകാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പം. അത് സാനിയ. കൊച്ചുണ്ടോ സിറ്റിയില്? അങ്ങനെയൊക്കെ കൊച്ചുണ്ടോ പിന്നെ? ഇവിടാണോ സ്ഥലം? ഇവിടാണോ? ഇവിടാണ് അവൻ പറഞ്ഞ സ്ഥലം. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും. ഇവിടെ ഒരു വണ്ടി മാത്രമല്ലേ ഉള്ളൂ. അതെ, നമ്മുടെ ഹെലി ഉണ്ടല്ലോ. ഹെലി കിടപ്പുണ്ടോ? കെവിനെ മാറ്റി മാമനെ ഇട്. ഞാനിപ്പോ ആർപ്പ് ചെയ്തോണ്ടിരിക്കുവോ? ഇത് കഴിഞ്ഞിട്ട് മതിയോ അതോ ഇപ്പൊ തന്നെ ഡിസ്കോഡിൽ പോയി ടൈപ്പ് ചെയ്തിടണോ? അതോ ഇത് കുറച്ച് ഒരാഴ്ച ഞാൻ സിറ്റി കയറിയിട്ട് ഞാൻ ഇത് ചെയ്തോട്ടെ? കുറച്ചേരം ചെയ്തോട്ടെ. ഹലോ എടാ എന്തേ? ചൂടിനെ ഞാൻ കൊന്നു. അല്ല, ചൂട് ഫുഡ് കഴിക്കാതെ വീണ. ഇവിടുന്ന് നോക്കുമ്പോ വേറെന്തോ പോലെ. ഹലോ ദർശനം എന്തെങ്കിലും തെറിച്ച് പോണേ? ഒന്ന് ചാടിയേ. ഒന്ന് ചാടിയാ. സുഖമാണ്. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നേ. ആണല്ലേ? ഞാൻ ഇവിടെ അണ്ടിഫാക്ടറിയുടെ പണി നടക്കണം. ഞാൻ ഫുൾ ടൈം ഇങ്ങോട്ട് വരാനേ പറ്റില്ല. സിറ്റി സൈഡ് ഫുൾ അവിടെ ആയിരിക്കും. അതെ. ദർശന ഗ്യാങ് കയറാൻ പോണോ? അറിയൂലേ ഏതാ ഗ്യാങ്ങി കയറാൻ ഉദ്ദേശിക്കുന്നത്? ഏത് എന്ത് കണ്ടാല? ആ ടി പി പറന്ന് കളിക്കുന്ന കണ്ടില്ലേ നേരത്തെ? അത് കണ്ടിട്ട് മനസ്സിലായില്ലേ ഏതാ ഗ്യാങ്ങി കയറാതിരിക്കുന്നത്? കേറുവല്ലേ? അണ്ണാ ഞാൻ ഗ്യാങ്ങിൽ കേറുന്ന അണ്ണന് തോന്നുന്നുണ്ടോ? ഞാൻ ഗ്യാങ്ങിൽ കേറത്തില്ല. അത് കണ്ടില്ലേ? അത് കണ്ടിട്ട് എനിക്ക് ഗ്യാങ് അങ്ങനെ കളിക്കാൻ താല്പര്യമില്ല അണ്ണാ. ഇങ്ങനെ സിറ്റിയില് ഇങ്ങനെ നടക്കുന്ന ദർശന ഒന്നും കൂടെ എനിക്ക് പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നേ. വന്ന ഇടിച്ചിടുക നിന്നെ എല്ലാം. ദർശന ഞാൻ മെസ്സേജ് ആയിരുന്നു കണ്ടായിരുന്നോ? ഞാൻ റിപ്ലൈ ഇട്ടായിരുന്നു. നോക്കട്ടെ ഒരു സെക്കൻഡ്. ഒരു അത്യാവശ്യം ഒരു കാര്യം പറയാനാണ്. ഒന്ന് വരുവാണ്. അത്യാവശ്യം എമർജൻസി. അണ്ണന് വേണ്ടി ഉണ്ടല്ലോ. അണ്ണൻ മറ്റേ KGF പാട്ട് വിട്ട് ചൂടെടുക്കുന്നുണ്ടെന്ന് ചോദിച്ചേ. ചൂടെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ വിട്ട് വരാം. ഏത് ഇപ്പൊ ഒരു മെഹബൂബ് കഴിഞ്ഞുള്ള ഇവിടെ മേളില് ഞാൻ ചെയ്തു തരാം അണ്ണന്. ഒരു പ്രശ്നമില്ല. ഞാൻ പ്രൊഫഷണൽ. അതൊക്കെ വർക്കാവോ? ഭയങ്കര ഡിമാൻഡ് ഇപ്പൊ.
റാണിയെ പോലെ നോക്കിക്കോളാന്ന് പറയാം. ഹെലികോപ്റ്റർ ഓടിക്കുന്ന പേടിക്കണ്ട. ഏത് പാട്ടിടണോ? മെഹബൂബ 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 തെരി മെഹബൂബ. ഏവല് പാടിത്തരും വേണമെങ്കിൽ. ഞാൻ വേണേ പാടി. അയ്യോ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അതെന്തായാലും കൊള്ളാം. പിന്നെ എവന്റെ കൂടെ പോവേ. ഞാൻ ഹെലികോപ്റ്റർ ഓടിക്കാം. അങ്ങനെ അതാണ് പപ്പടം വേണം ഞാൻ ഊതി പറത്തി തരാം. മെഹബൂബ ഫ്രം ഷോലെ അതല്ലല്ലോ ഇതല്ലേ? KGM ഇതല്ലേ? ആ എടാ ഏവല നീ ആദ്യം ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് സ്ട്രീമർ മോഡാണ് ചോദിക്കാം. എല്ലാം ചാറ്റ് പറയുന്നത് പോലെ തന്നെ ഞാൻ അനുസരിക്കാം. ഒരു കാര്യം ഞാൻ പറയാവേ, RP കളിക്കണത് എങ്ങനെയാണെന്ന് എന്റെ ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്നത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. എനിക്ക് ഇതനുസരിച്ച് മാറ്റാൻ പറ്റൂല, മനസ്സിലായ? അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം എന്റെ RP കണ്ടാൽ മതി. ഹലോ ബ്രോ. ഹലോ. ബ്രോ ഒരു മിനിറ്റ്. ഓക്കെ ബ്രോ. ബ്രൈറ്റ്നസ് ഫുൾ ആണല്ലോ. ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 5 weeks giving membership gift. ദർശന ഒന്ന് വരും. ദർശന സെറ്റ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചുമക്കാം. Then why we here? ബ്രോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു സെക്കൻഡ് ദർശന, ഞാൻ ഇപ്പൊ വരാവേ. ബ്രോ നിങ്ങളൊക്കെ എന്തിനാ ലൈവ് കാണുന്നത്? ജസ്റ്റ് ഞാൻ കഴിച്ചത് പറഞ്ഞിട്ട് RP കണ്ടിന്യൂ ചെയ്തോളാം. നിങ്ങളൊക്കെ ഒരു സിനിമ കാണുമ്പോൾ എങ്ങനെയാണ്? ഇതിപ്പോ ലാലേട്ടൻ പെട്ടെന്ന് വരുന്നു, ലാലേട്ടന്റെ നിങ്ങൾ നോർമലി അത് ഷൂട്ട് ചെയ്തേക്കുന്നത് ലാലേട്ടൻ നടന്നു വരുന്നതായിട്ടാ. നിന്റെ മനസ്സിൽ ലാലേട്ടൻ മുണ്ട് നോക്കി കാണിക്കണം. അപ്പൊ നീ സിനിമയ്ക്കകത്ത് അങ്ങനെ തിരുത്തി കാണിക്കുക അവര്? അങ്ങനെയല്ല നമ്മൾ ചെയ്യുമല്ലോ. ഞാനൊരു ഫ്ലോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഞങ്ങൾ ചെയ്യുന്നതല്ലേ കാണുന്നേ. സജഷൻസ് പറയാം എന്ന് കരുതി ചാറ്റിൽ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അങ്ങനെയല്ല RP ചെയ്യണേ. ന്യൂ ഓഡിയൻസ് ആയതുകൊണ്ടായിരിക്കും ബ്രോ. കുറച്ചൊക്കെ കഴിയുമ്പോൾ പറയും. ഇത് അഹങ്കാരമായിട്ട് ഞാൻ പറയണതല്ല, എൻ്റെ ഒരു ഞാൻ ചെയ്തു വന്ന ശൈലി ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് പ്ലീസ് അത് മനസ്സിലാക്കണം. പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ അഹങ്കാരമായിട്ട് തോന്നും. ഞാൻ അഹങ്കാരമല്ല, അത് ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെയാണ് ചെയ്യണേ, മനസ്സിലായി? അത്രേ ഉള്ളൂ. മനാ ബ്രോ താങ്ക് യു സോ മച്ച്. 15 എത്ര അയച്ചത്? മനാ ബ്രോ താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. സ്ട്രീം ഹലോ. ആരാ? ഹലോ, എന്റെ പേര് വിവേക് എന്നായിരുന്നേ. ഞാൻ GNR മെമ്പർ ആയിരുന്നു. അല്ലേ? ഞങ്ങളുടെ ഗ്യാങ് ഹൗസിന്റെ ഇനാഗ്രേഷൻ ആയിരുന്നു, വണ്ടി റിവ്യൂ ഒക്കെ ആയിരുന്നു. ഇന്നല്ലേ? എപ്പോഴായിരുന്നു ലൊക്കേഷൻ? തുടങ്ങി ഇപ്പം ഞങ്ങളിപ്പോ കയറി കണ്ടു കഴിഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ എല്ലാവരും കൂടെ കയറാൻ വേണ്ടി ഇപ്പം ഓപ്പൺ ആക്കിയായിരുന്നു. ആണല്ലേ? ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. ലൊക്കേഷൻ 1106. 1106. ഓക്കെ. ഓ ശരി. ദർശന ഒന്ന് വരുമോ? ജാക്കറ്റ് കിടക്കുന്നത് ഭയങ്കര ചൂടല്ലേ? ജാക്കറ്റ് ചൂടുണ്ട്. ചെറുതായിട്ട് ചൂടുണ്ടോ? ചൂട്, എനിക്ക് നല്ല ചൂടെടുക്കണം. ഇവിടെ ഇരിക്കും. ദർശന വാലന്റൈൻസ് ഡേ ആ വീക്കിലേ എനിക്ക് ഗിഫ്റ്റ് എല്ലാം അയച്ചായിരുന്നോ? കിട്ടി. എന്തൊക്കെ കിട്ടി? റോസ് കിട്ടിയോ? റോസ് കിട്ടി, ചോക്ലേറ്റ് കിട്ടി, പിന്നെന്തായിരുന്നു? വേറെ എന്തോ ഉണ്ടായിരുന്നു. സാധനം ഉണ്ടായിരുന്നു. എല്ലാ ഡേയ്സിനും ഉള്ളത് ഞാൻ ടെഡി കിട്ടി, മുട്ടായി കിട്ടി, പിന്നെ ഒരു ലെറ്റർ കിട്ടി. സോറി, എനിക്ക് വാലന്റൈൻസ് ഡേക്ക് വരാൻ പറ്റിയില്ല. സോ ഞാൻ ഇതൊക്കെ കൊടുത്തു വിടുക. റോസ് ഡേ, റിംഗ് ഫോർ പ്രപ്പോസ് ഡേ, ചോക്ലേറ്റ് ഫോർ ചോക്ലേറ്റ് ഡേ, ടെഡി ഫോർ ടെഡി ഡേ, ഐ പ്രോമിസ് ടു ബി ഓൾവേസ് ദേർ ഫോർ യു പ്രോമിസ് ഡേ, ഒരു 100 ഹഗ് ഫോർ ഹഗ് ഡേ, കിസ് ഇല്ല ബട്ട് കിസ്സസ് ചോക്ലേറ്റ് ഫോർ കിസ് ഡേ. മനസ്സിലായിരുന്നു ഞാനന്ന്.
പിന്നെ ഞാൻ അതുകൊണ്ടല്ലേ താങ്ക് യു അയച്ചത്. ആ ഞാനോർത്തു അണ്ണന് മനസ്സിലായി കാണൂലായിരിക്കും. പിന്നെ ഞാൻ വേറെ ആർക്കും അയക്കാതെ ഞാൻ ഒരേ ഒരാൾക്ക് താങ്ക് യു അയച്ചുള്ളൂ. എനിക്കറിയാം അത് ദർശനയായിരിക്കും എനിക്ക് അയക്കുന്നതെന്ന്. എനിക്ക് ആ സമയത്ത് വരാൻ പറ്റില്ല, അപ്പൊ എനിക്ക് അണ്ണനെ മിസ് ചെയ്തു. അപ്പൊ ഞാനത് എന്റെ ബ്രദറിന്റെ കയ്യിലാണ് കൊടുത്തു വിട്ടത്. എന്റെ ഗിഫ്റ്റ് കിട്ടിയില്ലേ? ഇല്ല കിട്ടിയില്ലേ? ഇല്ല. എടാ ദർശനക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചത് ഗിഫ്റ്റ് കൊടുത്തില്ലടാ നീയൊക്കെ? കൊറിയർ ഡിലേ? എന്റെ എടാ അത് എന്താ ലക്ഷ്യം, എന്താ ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ നിക്കണ? ഞാൻ അമ്മ നിന്റെ അടുത്തൊക്കെ പറഞ്ഞല്ലേടാ. അണ്ണന്റെ ഫ്രണ്ട് വെച്ച് കൊടുക്കാന്ന് വെച്ചെണ്ണ. ദർശന ഓക്കെ താങ്ക് യു. ഒരു കാര്യം ഒരു കാര്യം ഉത്തരവാദിത്തത്തോടെ ചെയ്യാത്തവനെയൊക്കെ ഇതാണ് എനിക്ക് ദേഷ്യം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര കൂളായിട്ട് എല്ലാവരുടെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പറയണ കാര്യങ്ങൾ കേട്ടില്ല, എനിക്ക് ഇഷ്ടമല്ല. ഇത് എന്ത് ഞാൻ ആകെ ബാഡായല്ലോ. സാരില്ല അണ്ണാ, അവര് മറന്നുപോയതല്ലേ, സാരില്ല. ക്രിസ്മസിന് കിട്ടേണ്ടത് ക്രിസ്മസിന് കിട്ടണ്ടേ ദർശന? ആരെങ്കിലും ഓണത്തിന് സ്റ്റാർ കെട്ടി തൂക്കുവോ? എനിക്ക് ഇല്ല ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര എനിക്ക് ചില്ലറ അല്ല. അവൻ എന്റെ ദേഹത്ത് തട്ടിയിരുന്ന ദർശനം ഉണ്ടല്ലോ, അവന് ഇപ്പൊ ഇവിടെ ഇട്ട് പൊതിച്ചേനെ. ഞാൻ ദേഷ്യം വന്നിരിക്കും എനിക്ക്. അണ്ണാ കൂളായിട്ടിരിക്കും, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ പറഞ്ഞു ഒന്നാതെ ഭയങ്കര ചൂട്. ദർശനം ചൂട് എടുക്കുന്നില്ലേ? ചൂട് എനിക്ക് തോന്നുന്നു കടലല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് ചെറിയ ചൂടൊക്കെ ഉള്ളു. ഒരു ചെറിയ ചൂട് പോലും ദർശനം കടിക്കുന്നത് എനിക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കൊണ്ടുവന്ന ഞാൻ ഞാൻ ചാവാതെ ദർശനയുടെ ദേഹത്ത് അതിന്റെ ബ്ലേഡ് തൊടുമെന്ന് തോന്നുന്നുണ്ടോ? കൈകൊണ്ട് പിടിച്ചു നിർത്തൂല്ലേ ഞാൻ അതിനെ? എന്റെ കൈ പോണെങ്കി പോട്ടെ ദർശന. ദർശന കഴിച്ചോ? ഞാൻ കഴിച്ചു. അണ്ണന് എന്നെ മിസ് ചെയ്തോ? പിന്നെ മിസ് ചെയ്തിരിക്കുവോ? ഞാൻ ഈ ഇതിന്റെ മതി വായിക്കാനോട് മതി 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 പൊക്ക് ഒരു മിനിറ്റ്. ഹലോ ഹലോ വസന, ഞാൻ ദേവക്കുട്ടി. ദേവക്കുട്ടി പറയോ. വസന, ഇന്നലെ ഞങ്ങൾ അവിടെ വീട്ടിലേക്ക് ഇത് അറിഞ്ഞോണ്ട് ചെയ്തതാ അവന്മാര്, ഇത് അറിഞ്ഞോണ്ട് ചെയ്തതാ. ഒന്നുമില്ല ആക്സിഡന്റ് എനിക്ക് ബ്രേക്ക് ഇല്ലാണ്ടായിപ്പോ ചെറുതായിട്ട് ഹെലിയുടെ ബ്രേക്ക് ക്ലച്ച് നീക്കിയത് ബ്രേക്ക് ആയി. കാരണം അത് അണ്ണാ കാല് മാറി ചവിട്ട് ചെയ്ത കയ്യിന്ന് പോയതാ. അണ്ണാ ബ്രേക്ക് പിടിച്ചപ്പോഴേ ക്ലച്ച് ആയി പോയി പിടിച്ചത്. ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ഓടി. എന്താണ് പിടിച്ച അർജന്റ് ആയിട്ട് പോകണേ ബോഡി. പാവം നമ്മുടെ അണ്ണനാ. അതെ അതെ അതെ, മെഹബൂബി എന്ന് പറഞ്ഞപ്പോ കാറ്റടിച്ചാണ്. ചോരയുടെ മണമുള്ള കാറ്റാണെന്നേ ഉള്ളൂ, ചോരയുടെ മണമുള്ള കാറ്റ്. ആ മൂവിയുടെ ദർശനം ആദ്യം പൊക്കി എന്റെ കൈ. ചോരയുടെ മണമുള്ള കാറ്റ് കേട്ടോ. ഇനിയും ചൂടെടുക്കണേ പറയണേ. AC ഇട്ടോണ്ട് ഞാൻ വരാം, പറഞ്ഞാ മതിയേ. പറയണേ നടക്കല്ലേ. അണ്ണനെ പൊക്കാതെ ഗഡ്കാരടിച്ചാണ്. Bro, thank you so much for the 5 Eagle Gaming gift. Thank you so much for the subscription, bro.
ബ്രേക്കിലാണ്ടായി പോയടാ ഞാനിത് കാണിക്കണേ എന്താണ് ബോബിയുടെ ചിരി കേൾക്കുമ്പോ സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നത് അറിയോ, പഴയ സരക്കിന്റെ ചിരിയില്ലേ പണ്ടത്തെ, എനിക്ക് അതാണ് സത്യം പറഞ്ഞ ബോബി ചിരിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വരണേ. അണ്ണൻ ജി അടിച്ചിട്ടുണ്ടെന്ന് അണ്ണാ ജി ഒന്ന് അടിക്കും. കാരണം ജി അടിക്കാൻ അത്രേ ഉള്ളൂ. കൂടെ നിൽക്കുന്ന നീ അണ്ണാ അണ്ണാ പ്രണയത്തിന്റെ കാറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ചോരയുടെ മണം ഉണ്ടെന്നേ ഉള്ളൂ, നോ പ്രോബ്ലം. നീ ഇങ്ങോട്ട് വന്നടാ തൃക്കാവടി ഓന്തുകൊണ്ട ചീവാതി. നിന്നെ ചൂടാ ചെല്ലേ ഞാൻ പറഞ്ഞാണ് ചൂട് ചൂട് ചൂട്. നീ ഇത് അറിഞ്ഞോണ്ട് ചെയ്തല്ലടാ, എനിക്ക് സെറ്റ് ആവുന്ന കണ്ടിട്ട്. അണ്ണാ എനിക്ക് അണ്ണനെ മാത്രമല്ല അണ്ണ ഇപ്പൊ സിറ്റി പെണ്ണില്ലാത്തുള്ളൂ, ഞാൻ അഭിമാനത്തോടെ പറയും, നോ പ്രോബ്ലം. എടാ എനിക്ക് പെണ്ണുണ്ട്, അതാണ് ദർശന, കണ്ടില്ലേ ഞങ്ങള് സെറ്റാവാറ ഏകദേശം. ഞാൻ കൂടെ ഒന്ന് ചോരയുടെ കാറ്റ് പിടിപ്പിച്ചെന്ന്. എടാ നീ ഇത് അറിഞ്ഞോണ്ട് ചെയ്താ ഞങ്ങളെ നല്ലൊരു മൊമെന്റ് സ്പോയിൽ ചെയ്യാൻ. ആ EMS അച്ചി അവ എന്നെ രണ്ടാമത് പൊക്കി, ആദ്യം പൊക്കിയിരുന്ന എന്തെങ്കിലും പറയായിരുന്നു, ഇത് എന്നെ ഞെക്കുന്ന നിൽക്ക അവള് കണ്ടോണ്ടിരിക്കും, ഞാൻ എന്ത് പറയും? ഞാൻ വേണേ ഇത് പറഞ്ഞപ്പോ സെറ്റാക്കി തരാം. അണ്ണാ ഒരു പ്രശ്നം ഇല്ലാണ്ട് ഞാൻ കൈ പിടിച്ചു തരാം. ആരുടെ കൈപിടിച്ച് നിന്റെ അച്ഛനാ കല്യാണം നടത്തി നീ? നിങ്ങൾ രണ്ടുപേരും കൈ പിടിച്ച് ഒന്നാക്കി തരാമെന്നണ്ണാ. വസന അതെ കുട്ടി. ഞാൻ ഇന്നലെ ഗാങ് ഹൗസിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് കണ്ണാപ്പിന്റെ അടുത്ത് കണ്ണാപ്പിയും മാമനായിരുന്നു അവിടെ ഗാർഡിയൻസ് ആയിട്ട് നിന്നിരുന്നത്. എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ ഗാങ് ഹൗസിന്റെ ഇനാഗ്രേഷനും വണ്ടി റിവീലിംഗ് ആയിരുന്നു. എവിടെ നിന്ന്? ഗാങ് ഹൗസിൽ കണ്ണാപ്പിയും മാമനും ഗാർഡിയൻ ആയിട്ട് ടിവിയിലെ ഗാർഡിയൻസ് എന്ന് പറഞ്ഞിട്ട് അവരെടുത്തായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നേ. ഗാർഡിയൻസ് അല്ല, ഗാർഡ്സ് സെക്യൂരിറ്റി ഗാർഡ്സ്. നിങ്ങൾ കേട്ടത് പോയതാ. ഗാർഡ്സ് നമ്മള് ആരിലൊക്കെ ചാടി കയറുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് വെളി നിർത്തിയേക്കണതാ. ഓ അങ്ങനെയായിരുന്നല്ലേ. എന്തായാലും അവരെടുത്തായിരുന്നു പറഞ്ഞിരുന്നു ഇന്ന് ഗാങ് ഹൗസിന്റെ ഇനാഗ്രേഷൻ ആയിരുന്നു. ഓ ആണല്ലേ. ആ ഞാന് നമ്പർ എത്ര ആയിരുന്നു? 11:06 എത്തുന്നതിന്റെ തൊട്ട് മുന്നേ. 11:06. ഓക്കെ ഞാൻ എത്തി വെക്കാം. ഞാനൊരു ചെറിയൊരു ബിസിനസ് മീറ്റ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് എത്തും. ഓക്കെ എത്തിയാ മതി. ഓക്കെ താങ്ക് യു വസന. അണ്ണനെ പെണ്ണ് കിട്ടുന്ന ഏറ്റവും സംശയിക്കാൻ പോകുന്ന ആളല്ലേ ഞാൻ അണ്ണനെ കൊല്ലു. നിന്റെ നീ സംസാരിക്കുവാണോ കരയുവാണോ പറഞ്ഞത്? നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഹലോ മാസമാണ് ഇങ്ങനെയാണ് നീ ഇപ്പൊ സംസാരിക്കണത്, മനസ്സിലായോ? ഇങ്ങനെ സംസാരിക്കും. ഇതാരാ എന്നെ വിളിക്കുന്നത്? 1 2 3 4 5 6 7 8. ഹലോ ഹലോ ആ പറഞ്ഞോ. ഞാൻ ചുമ്മാ വിളിച്ചേ, ഇവിടെ ചുമ്മാ ഇത് കണ്ടപ്പോ ചുമ്മാ നമ്പർ അടിച്ച് വിളിച്ചേ. ആണല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട്? ഓ സുഖം. ഓക്കെ കുറെ നാളെ ജീവിതത്തിലെ വിഷമൊന്നുമില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ സുഖമാ, രാവിലെ വൈകിട്ട് ഉച്ചക്ക് എല്ലാം സുഖമാ. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ ഞങ്ങളിവിടെ കുറച്ചുപേര് ഒരുമിച്ച് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. എവിടെ? ഗാങ് ഹൗസിലാണോ? അല്ലല്ല 6503 അങ്ങോട്ട് വാ. ഓക്കെ. അണ്ണാ ഹലോ ബ്രോ. ഹലോ ബ്രോ ഇവൻ കമ്പനി എന്താ പേര്? എന്റെ പേര് പരുന്തുവാസു. എന്താ ബ്രോയുടെ പേര്? സ്റ്റീവ്. നല്ല പേര്. ഫുൾ നെയിം എന്താ? സ്റ്റീവ് ജോൺ. നമ്മുടെ കൂട്ടത്തിലുണ്ട് സ്റ്റീവ് അസ്രേൽ. അല്ല ബ്രോ, ഞാനേ ഇവിടെ കമ്പനി ആവാൻ വന്നത് ആരെങ്കിലും ആയിട്ടൊക്കെ. നമ്മുടെ ബിസിനസ് തുടങ്ങുമ്പോൾ വിളിക്കാം. എന്താ ബ്രോ? കമ്പനി കമ്പനി അല്ല ബ്രോ. എന്താ ബ്രോ നിനക്ക് പറ്റിയത്? അല്ല ബിസിനസ് തുടങ്ങുമ്പോൾ വിളിക്കാന്ന്. ദർശന പറഞ്ഞു. വാസുണ്ണനെ ഒരു ഡെലുലിനെ അറിയോ? പിന്നെ എന്റെ സ്വപ്നത്തിൽ വന്ന ഡെല്ലൂലിനെ ഇവിടെ മുതുക്കിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എന്നിട്ട് ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ദർശനം എന്താ അറിഞ്ഞത്? അങ്ങനെ ഒരു കൊച്ചൊന്ന് അണ്ണനെ പ്രപ്പോസ് ചെയ്തെന്ന്.
ഡെല്ലുലുവോ ബ്രോ ആ ഫ്രണ്ട്സ് ആരും ഇല്ല ബ്രോ. ആര് പറഞ്ഞുണ്ടാക്കണ ദൈവമേ ഇതൊക്കെ ഫേക്ക് അലിഗേഷൻസ് അല്ലേ. എത്ര ദിവസമായിട്ട് ഞാൻ മറ്റേ വണ്ടി ഫാക്ടറിയുടെ പരിപാടിയായിട്ട് ഞാൻ ഇന്നാ വരുന്നത് പോലും. ദർശനം വന്നിട്ട് എത്ര ദിവസമായി? ഞാൻ ഒരു 2 ആഴ്ച 2 ആഴ്ച. ഞാൻ വന്നിട്ട് ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞു ഓൾറെഡി. അണ്ണൻ വന്നിട്ട് ഇപ്പൊ 3 ആഴ്ചയോളം മുമ്പേ അതെ സത്യം. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് വാലന്റൈൻസിന് അണ്ണനോട് ഇല്ലായിരുന്നു. വാലന്റൈൻസിന് ഞാൻ ജസ്റ്റ് വന്നിട്ട് ഞാൻ കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ചു. അപ്പോൾ ഇതൊരു വാലന്റൈൻസിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ അയച്ച കൊറിയർ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു അത് ദർശനയുടെ ഗിഫ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ദിവസത്തെ അണ്ടിഫാക്ടറിയുടെ പരിപാടികൾ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത് മേടിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് കൊറിയർ വരാൻ തന്നെ വൈകുന്നേരമായി. ആ ദിവസമാണ് ഞാൻ ലുലുവിനെ കാണുന്നത്. ലുലുവിനെ കണ്ട് ജസ്റ്റ് സംസാരിച്ച് പോയി. വൈകുന്നേരം എനിക്ക് കൊറിയർ കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്ത് ഞാൻ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്ത് കണ്ടിട്ട് അപ്പോൾ തന്നെ പോയി. പിന്നെ വരുന്ന ഇന്ന അണ്ണന്റെ ഒരു അപ്പൊ കൊറിയർ ഇതെല്ലാം എത്തിയിട്ടുണ്ട്. ചുമ്മാ അറിയുന്നല്ലേ? ഇതൊക്കെ വെറുതെ പറയണതല്ലേ. ദർശനക്ക് ഓർഡർ ചെയ്ത ഒരു കൊറിയർ എത്തിയിട്ടുണ്ട് കേട്ടോ. അണ്ണൻ ദർശനക്ക് ഓർഡർ ചെയ്ത മറ്റേ കൊറിയർ ഇല്ലേ, അന്ന് എന്നോട് പറഞ്ഞ് മറ്റേ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞേ. അത് എത്തിയിട്ടുണ്ട്. ഒന്ന് വരുമോ? ഓവറാക്കി ചളവാക്കല്ലടാ പട്ടി. സോറി കേട്ടോ അണ്ണ, അറിഞ്ഞില്ല. ഇത് രണ്ടാമത്തെ കൊറിയർ. അതൊരു ചോക്ലേറ്റ് ആണ് അത് കൊടുത്താൽ അണ്ണാ നിങ്ങള് ഇതിന് പോന്നോ? കൈഡേവിന് പോന്നോ? ചില്ലിയടി പോയിട്ട് അണ്ണാ അതെ ഞാൻ പാരഷൂട്ട് തരാം. നീ എന്നെ മോബി ആക്കല്ലേടാ. നീ എന്നെ അങ്ങ് മോബി ആക്കല്ലേ. നീ എന്നെ മനസ്സിലായോ? ഹോബി അല്ല അണ്ണ, കിംബോയി ആക്കുവാ. കിംബോയി അല്ലേ? അണ്ണാ ഇതൊക്കെ റൊമാൻസ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ മറ്റേ അച്ചി കീരി ചെയ്ത് കളഞ്ഞ സ്കീമുകളാ. അതൊന്നും ചെയ്യാൻ എന്നെ ഒരിക്കലും കിട്ടൂല. എന്നെ ഒരിക്കലും. അണ്ണാ ഈ മെഹബൂബ് തന്നെ ഒരു പ്രാവശ്യം മൂവി എടുത്ത് കഴിഞ്ഞിട്ട് വന്നേ അണ്ണന്റെ അടുത്ത്. ഗേൾഫ്രണ്ട് അല്ലേ മരിക്കുന്നത്. ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് മരിച്ചില്ലേ, കൂട്ടായില്ലേ? എന്ത് സുഖമാണ് ഏമലെ കിട്ടുന്നത് നിനക്ക്. അല്ല ഞാൻ വേറെ കാര്യം പറയട്ടെ, നിനക്ക് പെണ്ണ് കാണുന്നതിന്റെ മെയിൻ കാരണം ഇതൊക്കെ തന്നെയാ. മനസ്സിലായോ? അങ്ങനെ നീ കുറെ മസാല പടവും കണ്ട് ഇതെല്ലാം കൊണ്ടുവന്ന് അവരുടെ അടുത്ത് ഇറക്കും. അവരെ തുപ്പി തൂറി കവറെ കെട്ടി എറിയുകയും ചെയ്യും. കുഴപ്പമില്ല, ഞാൻ അൽഫാമില്ല, എനിക്ക് വിഷമില്ല. ഞാനൊക്കെ നോക്കിയപ്പോട്ടല്ലോ ഒരു കൈ കീബോർഡെ പിടിച്ചോണ്ട് 5 പെണ്ണുങ്ങളോട് നടക്കണം ടീമിനൊക്കെ കഴിഞ്ഞ ആഴ്ച. നീ ഇവിടെ ഇങ്ങനെ നടന്നോ? പക്ഷെ ഞാൻ സിംഗിളാ. ചെറുതായിട്ട് കുരുവിയുടെ ഗേൾഫ്രണ്ട് ആണേ ഉള്ളൂ. ഇല്ല ഇത് ഇല്ല ഇവരൊക്കെ എല്ലാരും കുരുവിയുടെ ഗേൾഫ്രണ്ടാ, ബോയ്ഫ്രണ്ട് അല്ല ഗേൾഫ്രണ്ട്. കുരുവി ഇപ്പൊ ടീമിന്റെ കൂടെയാണ് ഇപ്പോഴും. ഒരു സെക്കൻഡ് ജുഗ്രു ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ. ന്യൂസ് ഉണ്ടല്ലോ. നീ അച്ഛനാവാൻ പോവാണെന്ന് അറിഞ്ഞ്? ഇല്ല മോബി ആവാൻ പോണു. മോബി കളിക്ക് 3 ആഴ്ച, 3 ആഴ്ച, ഡെയ്സി 2 ആഴ്ചയോ 4 ആഴ്ച ഉണ്ടോ? പിള്ളേരൊക്കെ നോക്കണല്ലേ. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, രണ്ടുപേരും അച്ഛന്മാരാ. നീയൊക്കെ എന്തേലും പണിക്ക് പോകുന്നുണ്ടോ? അല്ല ഇതിനെയൊക്കെ ഞാൻ പോറ്റോ ഇനി? അല്ല എന്റെ ചോദ്യം അതാ. ഇപ്പൊ തന്നെ 35-36 പേർക്കുള്ള റേഷനറി സാധനവും കറണ്ട് ബില്ലും എല്ലാം ഞാൻ തന്നെ അടക്കണേ. അണ്ണാ നമുക്ക് ഫ്യൂച്ചറും കൂടെ നോക്കാം, ടിവിയുടെ ഫ്യൂച്ചറും കൂടെ നോക്കണ്ട. എങ്ങനെ എടാ ജോക്ക് ഇത് അറിഞ്ഞാ എന്താവും അറിയോ നിങ്ങക്കൊക്കെ? അതറിയാണ്ടിരിക്കാൻ നമ്മളെല്ലാവരും മാക്സിമം പരിശ്രമിക്കണം. കണ്ട ഇവന്റെ മുഖത്തുണ്ട്, ഇവൻ തന്നെ ആദ്യം വിളിച്ച് പറയുമെന്ന് കള്ളൻ. ഞാൻ അങ്ങനെ ചെയ്യുവാണ്. ഹലോ എന്നാ പിന്നെ നമ്മള് കടയിൽ പോയി വാങ്ങിച്ചാ പോരെ. ഞാൻ കാര്യം പറയട്ടെ സഹോദര, ഒരു പണിക്ക് പോവാത്ത ഒരു 7 എണ്ണം എന്റെ ചുറ്റും നിൽക്കുന്നത്. ദയവ് എന്തേലും ഉണ്ട് ഞാൻ തന്നെ പൈസ ഇറക്കേണ്ടി വരും. ഇവിടെ ആർക്കും ഒന്നും വേണ്ട. നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോ? പണിക്ക് പോവാത്ത ഒരു കൂട്ടം ആൾക്കാർ അടക്കാൻ നിൽക്കണേ. ഞങ്ങൾക്ക് വേണ്ട, വേറെ ആർക്കെങ്കിലും കൊടുത്തോ? നിങ്ങൾ എവിടെ നിന്നാലും നമ്മൾ കൊണ്ട് എത്തിച്ചു തരും. അതിന് ഞങ്ങൾ പൈസ തരണ്ടേ? തിരിച്ച് തരാൻ പൈസ ഇല്ല. അതല്ല ബ്രോ, അതെന്താന്ന് വെച്ചാൽ നിങ്ങളിപ്പോ എവിടെയെങ്കിലും പെട്ട് കിടക്കും. അപ്പൊ നിങ്ങൾക്ക് പോയി മേടിക്കാനുള്ള സെറ്റപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ കൊണ്ടുതരും. ഓ അത് കൊള്ളാം. നമ്പർ ഒരു ഊബർ വിളിക്കുന്നല്ലേ? നമ്പർ പെട്ടെന്ന് നമ്പറാണോ? അല്ലല്ല, ഞാൻ ഷെയർ ചെയ്യും. അതിനുള്ള പൈസ ഉണ്ടായാലും നമ്മൾ ഈ കച്ചവടത്തിന് ഇറങ്ങി.
നിങ്ങൾ ആരും ഇപ്പൊ എന്തെങ്കിലും അനൗൺസ്മെന്റ് അല്ലോ കേട്ടോ? ഇല്ല അത് ഇവന്റെ റിംഗ്ടോൺ പോയതാ. ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവം കഴിച്ചു ഇവിടെ പറഞ്ഞ് ഞാനോർത്ത് അതെന്തോ ആയിരിക്കും കേട്ടോ. സാവേജ് ഓപ്പി. ഇത് എല്ലാരും അല്ല ബ്രോ ഇത് എല്ലാരോടും പറഞ്ഞ ആരാന്ന് ഞാൻ സ്റ്റീവ്. ഞാൻ മേടിക്കുന്നുണ്ട്. ബ്രോ എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ബ്രോക്ക് ഞാൻ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. സാവേജ് ഓപ്പി. സ്റ്റീവ്. ഞാൻ ഡോർക്കി. ചന്ദ്രബോസ്. ഓ ഇതായിരുന്നു ചന്ദ്രല്ലേ സ്ഥിതി കേട്ടായിരുന്നു. യെസ് 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 യെസ്. ബ്രോ എനിക്കും കൂടാ. ബ്രോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടേ. ആരാ ബ്രോ കൈ നോക്കും.